ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പച്ചരി വെച്ചിട്ടുള്ള പായസം. വളരെ എളുപ്പത്തിലാണ് നമുക്ക് പച്ചരിയും കൊണ്ടാവുമ്പോൾ പായസം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടാകും, അഴുക്കൊക്കെ ഒരുപാടുണ്ടാവും. അതെല്ലാം ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യമായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കുക്കറിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്, അരിയെ വേവിക്കാൻ പോകുന്നത്. ഞാൻ 1.5 ലിറ്റർ, അതായത് 500 ഗ്രാം അരിക്ക് 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചോറയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. ഞാനത് ചെയ്യാൻ എളുപ്പത്തിന്, ഇളക്കാനൊക്കെ എളുപ്പത്തിന് വേറെ ഒരു സ്റ്റീലിൻ്റെ ഉരുളിയിലേക്കാണ്, ചൂട് കട്ടി ഉണ്ടാവണേ. അതിനകത്തേക്ക് നല്ല തിക്ക് ശർക്കര സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്, 2.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായിരിക്കണം. നമ്മുടെ കയ്യിലെടുക്കുന്ന ശർക്കരയുടെ അളവൊക്കെ ഒന്നും മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുത്ത്, ഇത് അരി വെന്താലും ശർക്കര അങ്ങ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അരി ഒന്ന് ചെറുതായിട്ടൊന്ന് നിവർന്ന് വരുവേ. കുഴഞ്ഞൊന്നും കുഴഞ്ഞിട്ടുണ്ട് ഇപ്പം. അത് നമ്മൾ ഇളക്കി അതിനകത്ത് നല്ല റെഡിയാക്കി എടുക്കണം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേ ചോറിനകത്തേക്ക് ആ ശർക്കരയുടെ മധുരമൊക്കെ പിടിച്ച് നല്ല സൂപ്പർ പായസം ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് നമ്മളൊന്ന് ഇളക്കണം. നന്നായിട്ട് മധുരം ആ അരിയിൽ പിടിച്ചു വരണം. നല്ലൊരു രുചിക്ക് വേണ്ടി കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 സ്പൂണാണ് ഗീ ചേർത്തിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ വറുത്തിടുന്നു, തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടുമ്പോഴും നമുക്ക് ഗീ വേണ്ടി വരുവേ. പക്ഷേ ഗീ 3 സ്പൂണൊന്നും ആവത്തില്ല, കുറച്ചുകൂടി ഇട്ടാലും നല്ലതാണ്. ഇപ്പം നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. മധുരമൊക്കെ അരിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കണം. 2 കപ്പാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 2.5 കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ അരി നന്നായിട്ട് കുറുകി, ചോറല്ലേ പച്ചരി ആയതുകൊണ്ട് കുറച്ച് പായസം തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറുകിയൊക്കെ വരും. അതുകൊണ്ട് നല്ല തിക്കായിട്ട് കുറച്ച് പെട്ടെന്ന് തണുക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് തിക്കായി പോവേ. അതുകൊണ്ട് 2ാം പാൽ ഒരിച്ചിരി നീട്ടി തന്നെ എടുക്കുകയാണ് നല്ലതേ. അതും ഇട്ട് ആ പാലിൻ്റെ രുചിയും കൂടെ നമ്മുടെ പായസത്തിനകത്തേക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചുവട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെ ചോട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ്, 2ഉം കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ. എന്നാലേ പായസത്തിൽ നമ്മുടെ ഏലക്കയുടെയൊക്കെ, അതായത് 1ാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല രുചിയായിരിക്കും. ഇനി ആ ശർക്കരയുടെ കുത്തലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് ആ പഞ്ചസാരയൊന്ന്, അതിൻ്റെ ചൂട് പായസമല്ലേ, അതിനകത്ത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 1ാം പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കണം. നല്ല തിക്കായിരിക്കണേ 1ാം പാല്. അത് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇത് വല്ലാണ്ട് തിളച്ച് പോകരുത് കേട്ടോ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ. കാരണം പാലങ്ങ് പിരിഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇതില്ലാണ്ട് വരും. ഇപ്പം നോക്കിക്കേ, എല്ലാം കൂടെ ഒഴിച്ച് നമ്മുടെ പായസം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഓഫ് ചെയ്യാണ്. നല്ല ചൂടുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചരിയുടെ പായസം വല്ലാണ്ട് ലൂസായി പോകരുത് കേട്ടോ, ഒരിച്ചിരി കുറുകിയിരിക്കുന്നതാണ് ടേസ്റ്റ്. സാധാരണ ഞാൻ മെയ് മാസത്തിൽ പാച്ചോറാണ് വയ്ക്കാറുള്ളത്, മാതാവിൻ്റെ വണക്കമാസമൊക്കെ തീരുന്ന സമയത്ത്. ഇനിയിപ്പം ഞാൻ ഈ വർഷം പച്ചരി പായസമാണ് ഇപ്പം ഇതിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പാച്ചോറിൻ്റെ റെസിപ്പി ആയിരുന്നു കൊണ്ടിരുന്നത്. ഇപ്പം തണുത്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ പായസം ഇവിടെ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക്
കാഷ്യൂ റേസിൻസും എല്ലാം ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് നല്ല ചൂടോടുകൂടി നമുക്ക് ഈ പായസം കുടിക്കാം. ഇന്നത്തെ എൻ്റെ ഈ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.